ഹലോ, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കാണാൻ പോകുന്നത്. എവറി ടൈം ഐ കം ടു ദിസ് ഹൗസ് ഐ ഫീൽ വെരി പോസിറ്റീവ് ആൻഡ് കണക്റ്റഡ് ടു നേച്ചർ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. എല്ലാ ഫ്ലോറിലും ചുറ്റും നമുക്ക് നടക്കാൻ വേണ്ടി ഒരു ബാൽക്കണി പോലത്തെ സ്പേസ് ഉണ്ട്. അതുമാത്രമല്ല, ആ വീടിന് ചുറ്റും ചെടി നടാനായിട്ടുള്ള ഒരു സ്പേസും അവർ ലീവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നെ ഞെട്ടിച്ചൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ കണ്ടതാ, പുതിയതായിട്ട് അവർ കോഴികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കോഴികൾ നല്ല ലൈനായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നതും തിരിച്ച് വീട്ടിൽ കയറുന്നതും ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവര് ടെറസിൽ പോവാട്ടോ. ടെറസിൽ ഇവർ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടാണ് നട്ടേക്കുന്നത്. ഇപ്പൊ സീസൺ കഴിയാറായതുകൊണ്ട് എല്ലാം ഓൾമോസ്റ്റ് തീരുന്ന ഒരു സ്റ്റേജാണ്. ഞാൻ മെയ് മാസത്തിൽ വന്നപ്പോൾ ഇവിടെ നിറച്ച് പച്ചക്കറി ഉണ്ടായി നിൽക്കുമായിരുന്നു. ആൻഡ് ഒരുപാടുണ്ടായി ദാറ്റ് ദേ വർ ഏബിൾ ടു ഈവൻ സെൽ ഇറ്റ് ടു അതേഴ്സ്. പിന്നെ ടെറസിൽ നോക്കിയാൽ കാണുന്ന വേറൊരു കാഴ്ചയാണ് റബ്ബർ തോട്ടം. റബ്ബർ തോട്ടം എനിക്ക് ശരിക്കും നൊസ്റ്റാൾജിക് ഒരു ഫീലിംഗ് വന്നു. ബിക്കോസ് പണ്ട് എൻ്റെ വീടിന് ചുറ്റും റബ്ബറായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെട്ടി. പക്ഷെ ഇവരുടെ വീട്ടിൽ വന്ന് എനിക്ക് ആ റബ്ബർ തോട്ടവും ആ റബ്ബർ കായൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇറ്റ് ടുക്ക് മീ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ്. ആൻഡ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ചീവീടിൻ്റെ ഒച്ച കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊതിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല, എന്നാലും കാണിക്കുകയാണ്. ഇതാണ് ഇവരുടെ റംബൂട്ടാൻ ചെടികൾ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇപ്പം സീസൺ ആയതുകൊണ്ട് നിറച്ച് റംബൂട്ടാന്നുണ്ടായി കിടക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ മഴയിലൊക്കെ ഒരുപാട് ചെറുതായിട്ട് ഉണ്ടായിരുന്ന മൊട്ടുകളൊക്കെ വീണുപോയി എന്ന് അങ്കിള് പറയണ്ടായി. എന്നാലും ഉണ്ടായിരുന്ന റംബൂട്ടാൻ കേട്ടോ. ഇവിടെ 2 വെറൈറ്റി റംബൂട്ടാൻ ഉണ്ട്. ഒന്ന് റെഡും പിന്നെ ഒന്ന് യെല്ലോവും. അങ്കിൾ പറഞ്ഞു, എന്തായാലും വന്നല്ലേ കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചോണ്ട് പൊക്കോളാൻ. കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു കവർ എടുത്തോണ്ട് ഞാൻ നേരെ അങ്കിളുടെ പുറകിലോടി. അമ്മയും അച്ഛനും ഉണ്ട് കൂടെ. നമ്മളിനി കുറച്ച് റംബൂട്ടാന്നൊക്കെ പറിക്കാട്ടോ. വലിയ കടക്കട ഓടിച്ചോ, ഇത് കൊമ്പട ഓടിച്ചോ, ആ കൊമ്പ് വെച്ചോട്ടും കുടിച്ചോ. ഓക്കെ, ആ കൊമ്പ് വെച്ചിട്ട് കുടിച്ചോ. And finally drum rolls because we got a lot of rambutan guys. And ഞാൻ എൻ്റെ ഇത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ മഞ്ഞ സീഡിൽ നിന്ന് ഇളകി വരുന്ന ടൈപ്പ് ഓഫ് റംബൂട്ടാനാണ്. ആൻഡ് ഇറ്റ്സ് വേ മോർ ടേസ്റ്റിയർ ദാൻ ദ റെഡ് വൺ. ബിക്കോസ് റെഡിന് ഒരു ചെറിയ പുളിപ്പുണ്ട് ആൻഡ് അത് സീഡിൽ നിന്ന് ഇളകി വരത്തില്ല. പക്ഷെ മഞ്ഞ സീനാണ് ഗൈസ്. ഇറ്റ്സ് വെരി സ്വീറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ടേസ്റ്റി ആൻഡ് ജ്യൂസി. ആൻഡ് അത് ഫുള്ളായിട്ട് ഇളകി വരുമ്പോൾ നമുക്കത് ഫുള്ളായിട്ട് കഴിക്കാനും പറ്റും. ഓഹ്, ഒന്നും പറയാനില്ല, സൂപ്പർ. അങ്ങനെ ദേ നല്ല അടിപൊളി റംബൂട്ടാന്നൊക്കെ പറിച്ച് എൻ്റെ അമ്മ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്നുണ്ടില്ലേ, നമ്മൾ റംബൂട്ടാന്നൊക്കെ പറിച്ച് ദേ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇവിടെ റംബൂട്ടാൻ മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ലൈക്ക് ചിക്കു, പേരയ്ക്ക, പപ്പായ, ഗ്രീൻ കളർ ചാമ്പയ്ക്ക, റെഡ് കളർ ചാമ്പയ്ക്ക, പിങ്ക് കളർ ചാമ്പയ്ക്ക. ചാമ്പയ്ക്കയുടെ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കൊക്കോ ആൻഡ് മാംഗസ്റ്റിനും ഉണ്ട്. മാംഗസ്റ്റിനും കൊക്കോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മാംഗസ്റ്റിൻ നമുക്ക് കിട്ടി, പക്ഷെ കൊക്കോ പറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് വി വർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ദാറ്റ്. ആൻഡ് ഐ ഫോർഗോട്ട് ടു ടെൽ ദാറ്റ് ദേ ഹാവ് എ വെരി ഗുഡ് കളക്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ആൻഡ് ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ് ഓൾസോ. ഇവരുടെ വീട്ടിൽ വന്നാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനാണ് ഇൻട്രസ്റ്റ് റാദർ ദാൻ സിറ്റിംഗ് ഇൻസൈഡ് ദ ഹൗസ്. ബിക്കോസ് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ വിത്ത് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഓൾ ദാറ്റ്. ഐ ഫീൽ വെരി പോസിറ്റീവ് എവറി ടൈം ഐ കം ഹിയർ. ദി ഓണേഴ്സ് ഓഫ് ദ ഹൗസ്, പൗലോസ് അങ്കിൾ ആൻഡ് ലിസി ആൻറ്റി, ദേ ആർ വെരി കൈൻഡ് ആൻഡ് വെരി വാം പീപ്പിൾ. എനിക്കിവിടെ വരുമ്പോൾ എപ്പോഴും ഒരു ഫാമിലി ഫീലിംഗ് ആണ് റാദർ ദാൻ ഫ്രണ്ട്സ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദം ഫോർ ദി എഫേർട്ട് ആൻഡ് പേഷ്യൻസ് they've put in to transform this home to a heaven. അങ്ങനെ this vlog has come to an end. I hope you like it and I'll see you in my next vlog. Bye bye.